വിഷുവായിട്ട് അമ്പലത്തിലൊന്നും പോയില്ലൊരു സുഖമില്ല അല്ലേ. അപ്പൊ കണിയൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ നേരെ അമ്പലത്തിലോട്ട് വിട്ടെ. അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അമ്പലത്തിൽ നിന്ന് വിഷു കൈനീട്ടൊക്കെ തന്നെ ₹1 കോയിൻ, പിന്നെ പായസം കിട്ടി. പായസം നല്ല ടേസ്റ്റുള്ള അരിപ്പായസമായിരുന്നു ഗൈസ്. അവിടുത്തെ അമ്പലക്കുളത്തിലൊക്കെ പോയിരുന്നപ്പോൾ ഈ പോകുന്ന രണ്ടുപേർക്ക് ഇതേ ഫോട്ടോസ് എടുക്കണം. അത് നല്ല വെയിലുള്ളടത്ത് നിൽക്കണം, പക്ഷെ ഒരു തരി പോലും വെയിൽ കൊള്ളാൻ പറ്റില്ല. അങ്ങനെയുള്ള സൈക്കോസിന്റെ കൂടെയാണ് ഗൈസ് ഇന്നത്തെ യാത്ര. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ ഇത് എല്ലാവരും കൂടെ ഒളിച്ചൊല്ലി കളിക്കാനിരുന്നു. അപ്പൊ പിന്നെ കള്ളനെ കണ്ടുപിടിക്കാനുള്ള എണ്ണല് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കള്ളനാവല്ലേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണോ അവൻ തന്നെ കള്ളനായി ഗൈസ്. അങ്ങനെ കള്ളൻ ഇതാ എണ്ണാനും തുടങ്ങി, ബാക്കിയുള്ളവർ ഓടാനും തുടങ്ങി. ഞാനാണെ കറക്റ്റായി എവിടെ പോയി ഒളിച്ചു. പക്ഷെ ഓടണം, ഒളിക്കണം, കള്ളൻ കാണാതെ മെയിൻറ്റെയിൻ ചെയ്യണം, വീഡിയോ എടുക്കണം, എല്ലാം കൂടെ ഒരു ചറ പറയായിരുന്നു ഗൈസ്. എന്തായാലും കള്ളൻ അടുത്തത് ഞാൻ തന്നെയായി. അങ്ങനെ ഒളിച്ചുകളിയുടെ ക്ഷീണം തീർക്കാനായിട്ട് ഇനി കുറച്ചു നേരം പടക്കം പൊട്ടിക്കാന്ന് വിചാരിച്ചു. പടക്കമില്ലാതെ എന്ത് വിഷു അല്ലേ. പടക്കം പൊട്ടിച്ചപ്പോൾ വീണ്ടും ക്ഷീണായി. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിച്ചിട്ട് അവൻ എല്ലാ പരിപാടി. ഇവിടുത്തെ സദ്യ വെജ് ആൻഡ് നോൺ വെജ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ വീണ്ടും ക്ഷീണായി ഗൈസ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ തണുത്ത ഐസ്ക്രീം എന്തായാലും കഴിക്കാന്ന് വിചാരിച്ചു. കാശാരർക്കും കൈനീട്ടം കിട്ടിയിരിക്കുന്ന ഒരുപാട് കില്ലാടികളുണ്ട്. അവരെ പറ്റിച്ച് നമ്മളൊരു പെട്ടി ഐസ്ക്രീം അങ്ങ് വാങ്ങി. അങ്ങനെ പിള്ളേരെ പറ്റിച്ച് വാങ്ങിയ ഐസ്ക്രീം ഒരു ചടപ്പും ഇല്ലാതിരുന്ന് കഴിക്കുന്ന ഫുൾ ഫാമിലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.